ന്യൂട്രി ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. നമുക്കും ഉള്ളതാണ്, അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് മുതിര വാങ്ങിയിട്ടുണ്ട്, പിന്നെ മുത്താറി, പിന്നെ അവിൽ, നല്ല ജീരകം, പിന്നെ കരിഞ്ജീരകം, അതുപോലെ തന്നെ കറുത്തുള്ളി, പിന്നെ ഈന്തപ്പഴമാണ് കേട്ടോ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുന്നത് കൂടുതലായിട്ട്. പിന്നെ ഞാൻ ഇതിൽ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുക്ക് അതൊക്കെ ഇടയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കാണിക്കാത്തതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ സാധനങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പുറത്തേക്കും കൂടിയും കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് മാത്രം കേട്ടോ. അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാണ്. കുറച്ചധികം തന്നെ ഉണ്ടാക്കിയാൽ എനിക്കും കൂടി എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്ന് തൂക്കിയിട്ട് ഞാനിത് ഓരോ പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകമൊന്നും കൂടുതലായിട്ട് എടുക്കാൻ പാടില്ലല്ലോ. കരിഞ്ജീരകമൊക്കെ എടുക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിലാണ് കേട്ടോ കരിഞ്ജീരകം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് കറുത്തുള്ളാന്നേ, പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി കുറച്ച് മാത്രം മതി കേട്ടോ, കൂടുതലായിട്ട് വേണ്ട. പിന്നെ നമ്മൾ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അരി കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രസവിച്ച പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ഉലുവയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഇതിൽ മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കട്ടോ. ഇതിൽ ഞാൻ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉലുവയും ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുരുമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുട്ടികൾ കഴിക്കുന്നതല്ല, അതുകൊണ്ടാണ്. കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തന്നെ ഞെരടിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3-5 പ്രാവശ്യം ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കട്ടോ. ഇതിപ്പോൾ കുറഞ്ഞ അളവിലായത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ അരിച്ചെടുത്തേം പാടും വറുത്തെടുക്കുന്നത്. കുറച്ചധികം തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഓവൻ്റകത്തോ അല്ലെങ്കിൽ വെയിലത്തോ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. എന്നതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുക്കുക. ഇപ്പം വെയിലില്ലാതെ നല്ല മഴ അല്ലേ, അതുകൊണ്ട് തന്നെ ഓവൻ്റകത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കുറേ ഉണ്ടെങ്കിൽ ഇത് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം തന്നെ വറുത്തെടുക്കുക. ഇത് കുറച്ചൊരു ക്ഷമമാണ് കേട്ടോ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുക. ഇത് നല്ലോണം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നതിന് ശേഷം നല്ലോണം ചട്ടി ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഞാനിവിടെ മുത്താറി കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്താറി അത് വറവായി എന്ന് തോന്നിയാൽ മുത്താറി കഴുകി ഊറ്റി വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. അപ്പോൾ ഇതാ മുത്താറി കഴുകുന്ന സമയത്ത് നല്ലോണം തന്നെ അഴുക്കുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ലോണം തന്നെ ഞെരടിയിട്ട് 2, 3, 4 പ്രാവശ്യം അങ്ങനെ കഴുകണം കേട്ടോ, അല്ലെങ്കിൽ മുത്താറി ക്ലീനായി കിട്ടിയാലേ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു പാട പോലെ വരും. അപ്പോൾ ഇതാ നമ്മളെ മുതിര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുത്താറി വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇനി മുത്താറിയും അതുപോലെ തന്നെ കഴുകി ഊറ്റിയതിന് ശേഷം വറുത്തെടുക്കലാണ് കേട്ടോ. ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതാ അതിലേക്ക് തന്നെ നിലക്കടലയെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. നിലക്കടല അവിടെ വറന്ന് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ എള്ള് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം വാർന്ന് പോയതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വേവുന്ന നേരം കൊണ്ടാണ് കേട്ടോ നമ്മളിത് കഴുകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാ നിലക്കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എള്ള് ഞാൻ വറുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കരിഞ്ജീരകമാണ് കേട്ടോ വറുക്കാനിട്ടത്. കരിഞ്ജീരകവും അതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് അരി ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് അവിലൊക്കെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതാ കരിഞ്ജീരകത്തിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒന്ന് നല്ലോണം തന്നെ വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. അതും നല്ലോണം തന്നെ ചൂടാക്കി എടുക്കട്ടോ. ഇതിലേക്ക് ഞാൻ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കിയതിന് ശേഷം അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം തന്നെ വറുത്തെടുത്തിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിലാണ് ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അവിലും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പകുതി സാധനങ്ങളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരിയോ അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ വറുക്കാനുണ്ട്.
അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വറക്കലും ഇതാക്കലൊക്കെ ഈ ഒരു പൊടി നമ്മൾ തയ്യാറാക്കലുണ്ട്. പക്ഷേ ഇതേപോലെ അല്ല, അതിൽ മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളകോ എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പ്രാവശ്യം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ സെയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആർക്കും വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, ഞാനിത് തയ്യാറാക്കി തരും കേട്ടോ. പിന്നെ ഞാനിത് ലഡു ആയിട്ടല്ല കേട്ടോ കൊടുക്കുക, നമ്മൾ പൊടിയായിട്ടാണ് കൊടുക്കുക. ഒരു ടിന്നിലാക്കിയിട്ട് പൊടി ആയിട്ടാണ് കേട്ടോ തരിക. അപ്പോൾ ഇതാ നമ്മളിത് ഈത്തപ്പഴവും അതുപോലെ തന്നെ കരിഞ്ജീരകവും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ആണ് കേട്ടോ വറുത്ത് വെച്ചത്, തേങ്ങ വറുക്കാനിട്ടിട്ടുണ്ട്. അതും ഇത് ഈ ഒരു പൊടിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ പൊടിക്കുന്നില്ല കേട്ടോ. തേങ്ങ ഇതേപോലെ വറുത്തതിന് ശേഷം ഈ ഒരു പൊടിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴവും അതുപോലെ തന്നെ കരിഞ്ജീരകമൊക്കെ അടിച്ചതില്ലേ, അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ കൈവച്ചിട്ട് നേരടിയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഗരം മസാല ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഗരം മസാലക്ക് വിളിക്കുന്ന ഒരു പകുതിയിലധികം ആൾക്കാർ എന്നോട് ചോദിക്കും വേറെ എന്തെങ്കിലും ഐറ്റംസ് ചെയ്യുന്നുണ്ടോ. അപ്പം കാണുന്നവർ ഞാനിത് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണ്ടവർ പറഞ്ഞോ, ഞാൻ എന്തായാലും ഇത് ഞാൻ കൊറിയറായിട്ട് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരാം. അപ്പോൾ ഇത് നല്ലോണം തന്നെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് ലഡു ആയിട്ട് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ പൊടിയായിട്ട് ചെയ്യേണ്ടവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് ലഡുവിനേക്കാട്ടും നല്ലതായിട്ട് തോന്നിയത് പൊടിയായിട്ടാണ് കേട്ടോ. ലാസ്റ്റാണ് ഞാൻ നിലക്കടല ഇതിലേക്ക് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്തത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പകുതി ഭാഗം ഞാൻ നിലക്കടല ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ലഡു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഓരോന്നോരോന്നെടുത്ത് അങ്ങനെ കഴിച്ചോളൂ, ഇതേപോലെ ആക്കി വെക്കുകയെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെയിൽ ചെയ്യുന്ന നേരം ഞാൻ ലഡു ആയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഞാനിത് പൊടിയായിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇതാ വേണ്ടവർ നമ്മളെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കഴിച്ചോല് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കായിരിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, അടിപൊളിയാണ് സാധനം.